സമയ കണ്ണൂർ എന്താ പ്രശ്നം? ഈ പി ജയരാജൻ വളർത്തിയ ഗുണ്ടകൾ പി ജയരാജനെതിരെ തിരിഞ്ഞു കുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അല്ലല്ല, പി ജയരാജൻ കണ്ണൂരിൽ വളർത്തിയ കൊട്ടേഷൻ സംഘങ്ങൾ അവിടെ പാർട്ടിയെ നന്നാക്കാൻ എന്ന പേരിൽ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു മനു തോമസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഈ പി ജയരാജനും പി ജയരാജന്റെ ഈ കൂട്ടാളികളും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം റെഡ് ആർമി ആരാണെന്ന് ഏകദേശം പുറത്തു വന്നു. റെഡ് ആർമിയിലാണ് മനു തോമസിനെതിരെ വലിയ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചെങ്കോട്ട, ചെങ്കതിർ, റെഡ് ആർമി ഇതൊക്കെ ആരാണ് എന്നുള്ളത് പാർട്ടിക്ക് ഇപ്പോൾ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട്. കണ്ണൂരിൽ ഇതിങ്ങനെ കണ്ണൂരിൽ മാത്രം ഒതുങ്ങിക്കിടന്നൊരു വിഷയമാണ്. ഇത് തുടങ്ങുന്ന ഇപ്പോഴുമല്ല. ഈ കഴിഞ്ഞ വർഷം ഏപ്രിൽ 23-ന് മനു തോമസ് പാർട്ടിക്ക് സംസ്ഥാന കമ്മിറ്റിക്ക് അയച്ചിരിക്കുന്ന ഒരു പരാതി അത് പുറത്തു വന്നിട്ടുണ്ട്. മനു തോമസ് എം ഷാജറിനെതിരെയാണ് പരാതി പറഞ്ഞത്. ഷാജർ ആരാണ്? ഇവിടുത്തെ യുവജനക്ഷേമ ബോർഡിന്റെ അധ്യക്ഷൻ. ഷാജറിനെതിരെ പരാതി പറയുന്നത് ആ കത്തിൽ, അതായത് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ചേർന്ന് തനിക്കെതിരെ ഷാജർ ഗൂഢാലോചന നടത്തുന്നു എന്നാണ് നേരത്തെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള മനു തോമസിന്റെ പരാതി. അപ്പോ ഈ പരാതി ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നു, അതിനും ഒരു വർഷം മുമ്പ് ഞാൻ ഇത് ജില്ലാ കമ്മിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ പിടിച്ച് യുവജനക്ഷേമ ബോർഡ് അധ്യക്ഷനാക്കി ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. പിന്നെ സംസാരിക്കാൻ വരുന്ന ആരാണ്? പി ജയരാജൻ അദ്ദേഹത്തിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടു, മനു തോമസിനെതിരെ. മനു തോമസ് തിരിച്ചൊരു പോസ്റ്റ് ഇട്ടു, ഒരു പരസ്യ സംവാദത്തിന് ഞാൻ താങ്കളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് വരുന്ന കമന്റ് ആരുടെയാ? ആകാശ് തില്ലങ്കരിയുടെ. ആകാശ് തില്ലങ്കരി ആരാണ്? കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവ്. കൊട്ടേഷൻ സംഘം, കൊട്ടേഷൻ, സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം കടത്തിക്കൊണ്ടിരുന്ന സ്വർണം തട്ടിക്കൊണ്ടുപോവുക. ഈ കണ്ണൂർ വിമാനത്താവളമാണ് ഇതിൻ്റെ ഒരു സ്വർണ്ണത്താവളം എന്ന് പറയേണ്ടി വരും. കണ്ണൂർ വിമാനത്താവളത്തെ കഴിഞ്ഞ 5 മാസം കൊണ്ട് പിടിച്ചത് 16 കിലോ സ്വർണ്ണമാണ് പിടിച്ചത്. 16 കിലോ സ്വർണ്ണം. അപ്പൊ എത്രമാത്രം കടത്തിക്കൊണ്ട് പോകുന്നുണ്ടായിരിക്കും? വെറുതെ അല്ല അവിടെ തന്നെ ഒരു വിമാനത്താവളമാണെന്ന് അവർ പറഞ്ഞത്. ആള് കുറവ് അവിടെ. യാത്രക്കാരുടെ എണ്ണം തോത് കുറഞ്ഞുകൊണ്ടിരിക്കുക. തിരിച്ച് സ്വർണം കടത്തിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ അതിന്റെ ഒരു വലിയ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുക. ഇവന്മാരവിടെ കളിക്കുകയാണെന്നേ. ഈ അർജുനായെങ്കിൽ ആകാശ് തില്ലങ്കേരി ഷുഹൈബ് വധക്കേസിലെ പ്രതി, ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഈ ആകാശ് തില്ലങ്കേരി, കൊട്ടേഷൻ നേതാവ്. അദ്ദേഹത്തിൻ്റെയാണ് പിന്നെ വരുന്ന പോസ്റ്റ്. ജയരാജനെ തൊട്ടപ്പോൾ പുള്ളിക്ക് കൈകൊള്ളി. അതാണ് ഈ ഇദ്ദേഹം പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന പുള്ളി കണ്ണൂരിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പി ജയരാജന്റെ വാഹനത്തിൽ കറങ്ങിക്കൊണ്ടിരുന്നവരാണ് ഇവർ എന്നാണ് പുള്ളിയുടെ വാദം. സാധാരണ നിലയിൽ ജീവിക്കുന്ന മക്കളാണ് എന്നാണ് പി ജയരാജന്റെ മക്കളെ കുറിച്ച് പറയാനുള്ളത്. അവരെല്ലാം സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും ശ്രമിക്കാത്തവർ. ജയിൻ എവിടാണ്? ജയിൻ ഗൾഫിലാണ്. ജയിനെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം പറഞ്ഞിരിക്കുന്നത്. ജയിൻ ഇവിടുത്തെ കോർഡിനേറ്റർ ആണെന്ന് സ്വർണ്ണക്കടത്തിന്റെ. ആലോചിച്ചു നോക്ക്, സ്വർണ്ണക്കടത്തിന്റെ കോർഡിനേറ്റർ ആണ് ജയിൻ. രാജ്യദ്രോഹമാണ് ഈ സാധനം. രാജ്യദ്രോഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നല്ല രീതിയിൽ കൈപൊള്ളി. പാർട്ടി ഒരു തിരുത്തലിന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പാർട്ടി ഒരു തിരുത്തലിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു തിരിച്ചറിവിലൂടെ, ഇനി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ പാർട്ടി ഇനി ഉണ്ടാവില്ല എന്നുള്ള ബോധ്യത്തിൽ പാർട്ടി തിരിച്ചറിവിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ അതിനും വലിയ അഭ്യാസം ഇപ്പോൾ അവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഷുഹൈബിനെ എടഞ്ഞൂര് ഇട്ടാണ് കൊലപ്പെടുത്തിയെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ അതുപോലെ ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്, ഒഞ്ചിയം പാർട്ടിക്ക് സമ്മാനിച്ചത് നല്ല കാര്യങ്ങളൊന്നും അല്ലെന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. ഒഞ്ചിയം എന്ന് പറഞ്ഞാൽ എന്താണ്? TP ചന്ദ്രശേഖരനെ കൊന്നത്. ഈ ഇദ്ദേഹത്തെ ആക്രമിച്ചു. ഇദ്ദേഹത്തിനെ തിരുവോണ ദിവസം വീട്ടിൽ കയറി പി ജയരാജനെ ആക്രമിച്ചു. അതിനുശേഷം എത്ര കൊലപാതകമാണ് നടന്നതെന്നറിയാമോ? 2 വർഷം 13 കൊലപാതകമാണ് നടന്നത്. 7, 6, 13. ഇവരങ്ങോട്ടും അവരിങ്ങോട്ടും നല്ല രീതിയിൽ അവർ കൈകാര്യം ചെയ്തു. തൂത്തുവാരി അവിടുത്തെ വലിയൊരു ഇദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളും അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ സംസാര രീതി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭയങ്കര ഇതിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം അവിടെ ഇരുന്ന് ഗുണ്ടായുസം കാണിച്ചോട്ടെ. 2014 ശേഷം RSSും പിന്നെ CPM-ഉമായിട്ട് ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ അവിടെ കുറവാണ്. താരതമ്യേന നോക്കുമ്പോൾ അവിടെ അക്രമ സംഘങ്ങൾ 2014 ശേഷം കുറവാണ്. അതുകൊണ്ടാണ് ഇപ്പം ഈ ബോംബ് പലയിടത്തും ഇരുന്ന് പൊട്ടുന്നത്. ഇത് ഉപയോഗിക്കുന്നില്ല. ഇത് ഉണ്ടാക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നില്ല.
ഇതുണ്ടാക്കുകയും ചെയ്ത് ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് ഇത് ആരെങ്കിലും പാവപ്പെട്ടവന്മാർ ഇത് എന്തുവെന്ന് സാധനം എന്ന് വിചാരിച്ചിട്ട് ഒഴിഞ്ഞ പറമ്പിൽ കൊണ്ടിട്ടേക്കും. ഇത് എനിക്ക് തോന്നുന്നു 2021 തോന്നുന്നു 2 കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ കൈ പോയി അവിടെ. ഐസ്ക്രീം ബോളാന്ന് വിചാരിച്ച് ഈ കുഞ്ഞ് എടുത്ത് കളിച്ചു, ബോംബായിരുന്നു, ഇത് പൊട്ടിത്തെറിച്ചു. പിന്നെ ഇവരുടെ കയ്യിൽ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഇതിപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുക. ഇത് അറിയാത്ത പണി ചെയ്യുന്നു, ഇതുണ്ടാക്കാൻ അറിയത്തില്ല, എന്നിട്ട് അറിയാത്ത പണി ചെയ്യുമ്പോൾ അത് പൊട്ടിത്തെറിക്കുന്നു. പിന്നെ അവരെ എന്ത് ചെയ്യുന്നു, അവിടെ താരപരിവേഷം കൊടുക്കുന്നു. ആദ്യം തള്ളി പറയുന്നു, പിന്നെ അവർക്ക് താരപരിവേഷം കൊടുക്കുന്നു. ഇപ്പോൾ ഈ തില്ലങ്കേരിയെ ചൊടിപ്പിച്ച് എന്താണ്? തില്ലങ്കേരിയെ ചൊടിപ്പിച്ചത് അധിക സമയം വേണ്ടെന്നൊക്കെയാണ് തില്ലങ്കേരി പറഞ്ഞത്. ആകാശ് തില്ലങ്കേരി ഒരു സമൂഹ മാധ്യമത്തിലൂടെ വന്നിട്ടാണ് ഇദ്ദേഹം ഇയാൾ നിരന്തരം ഇങ്ങനെ ഭീഷണികൾ പല ഭാഗത്തായിട്ട് ഉയർത്തുന്നുണ്ടല്ലോ. ഈ വാർത്തകളായി തില്ലങ്കേരി പല സമയത്തും ഓരോ സീസൺ ആകുമ്പോൾ ഇയാളുടെ ഓരോ വാർത്തകൾ നിരന്തരം കാണാറുണ്ട്. എന്താ ഇയാൾക്കെതിരെ ഇത്രയും വലിയൊരു ക്രിമിനൽ ആണെങ്കിൽ ആക്ഷൻസ് ഒന്നും വരാത്തത്? ഇപ്പൊ ഇവർക്കുണ്ടല്ലോ അവിടെ പാർട്ടി എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഇപ്പൊ ആർക്കും പാർട്ടി സധൈര്യം നിന്ന് വെല്ലുവിളിക്കുകയാണ്. സധൈര്യം നിന്ന് വെല്ലുവിളിക്കുന്നത് കാര്യം ഇതാണ്. അത് ഒരു ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റിനെ വെല്ലുവിളിക്കുന്നതെന്ന് ഓർക്കണം. ജില്ലാ പ്രസിഡന്റിനെ ഇദ്ദേഹം ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന ആളാണ്. മനു തോമസ് ഒരു കർഷക ഫാമിലിയാണ് അദ്ദേഹത്തിന്റെ. ആ കർഷക ഫാമിലിയിൽ നിന്ന് ഉയർന്നു വന്ന ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിനെതിരെ ഇപ്പൊ അവർ പറയുന്നത് ഇദ്ദേഹത്തിന് വലിയ ബിസിനസ് സാമ്രാജ്യം വേറെ കെട്ടിപ്പടുത്തിട്ടുണ്ട്. ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ജോലിവാരി അറിഞ്ഞുകൊണ്ടിരിക്കുക. ചേട്ടാ, ഇത് ആരാ കൂടുതൽ കള്ളന്മാരെന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും കള്ളന്മാരാണ്. ആരാണ് കൂടുതൽ എന്നിപ്പം പറയാൻ പറ്റത്തില്ല. ഇപ്പൊ മറ്റേ എനിക്ക് തോന്നുന്നു അർജുൻ ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇനി അർജുന്റെ രംഗപ്രവേശനമായിരിക്കും. ആയെങ്കി ഒരു സമയത്ത് നല്ലപോലെ പെടുത്താനായിട്ട് ശ്രമിച്ചല്ലോ. ആയെങ്കി ഇവിടെ രാജ്യം വിട്ടു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നല്ലേ. അത് ഇപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാലേ സ്വർണ്ണക്കടത്തിലൂടെ ലക്ഷങ്ങളാണ് അവിടുത്തെ നേതാക്കന്മാരിലേക്കും ഇത് ഒഴുകുന്നുണ്ട്. അവിടുത്തെ അതെന്താണ് പാർട്ടി തള്ളിപ്പറയാത്ത? എന്താണ് പാർട്ടിക്ക് ഇപ്പൊ അവിടെ അക്രമ സംഭവങ്ങളൊന്നും പാർട്ടി വലിയ രീതിയിൽ നടത്തുന്നില്ല. ഈ പാർട്ടി ഇപ്പൊ എന്താ ചെയ്യുന്നറിയാമോ? പാർട്ടി മൗനസമ്മതം കൊടുത്തിരിക്കുക. അപ്പൊ എന്തോ ഇത് ഇറങ്ങിയിട്ട് സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കല്, ഇതിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കുക, എന്നിട്ട് പരസ്യമായിട്ട് വന്ന് പൊതുസമൂഹത്തിൽ ആരെയും പോയി വെല്ലുവിളിക്കുക, ആർക്കെതിരെയും പോയിട്ട് തീർക്കാൻ അധികം സമയം വേണ്ട, കൈകാര്യം ചെയ്യും. വധഭീഷണി, കേസെടുക്കണ്ടേ? ഒരു ജയിലറെ ആക്രമിച്ച കേസിൽ പ്രതിയാണ് തില്ലങ്കേരി. അദ്ദേഹത്തിന് വലിയ ഫാൻസ് ഒക്കെ ഉണ്ട്. അദ്ദേഹം നടന്നാൽ നിന്നാൽ സൈഡിൽ എപ്പോഴും മറ്റേ ഇരുന്നിട്ട് എന്താ പറയുക, സൈഡിൽ നിൽക്കുന്ന കുറച്ച് പേരെ അദ്ദേഹം നിർത്തിയിട്ടുണ്ട്. അദ്ദേഹം പോലും അറിയാത്ത അദ്ദേഹം ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കും. അപ്പൊ ഈ സൈഡിൽ നിൽക്കുന്നവരെന്ത് ചെയ്യും? വീഡിയോ എടുക്കും. എന്നിട്ട് അവര് ഫാൻസ് പോലെ ഇത് കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഇത് നാട്ടുകാരുടെ ഇതിലൊക്കെ വേണോ തെറി പറയുന്നത്. നാട്ടുകാരുടെ വീഡിയോസിൻ്റെ താഴെ പോയി അവരെ തെറി പറയുക, ഇതിങ്ങനെയൊക്കെയുള്ള കയ്യിലിരിപ്പ് കാണിക്കുക. ഇദ്ദേഹത്തിന് ഈ പി ജയരാജനാണ് സംരക്ഷിക്കുന്നതെന്ന് ഇപ്പം തെളിഞ്ഞു. ജയിനും ആകാശും എല്ലാം ഒരു ചെയിൻ്റെ കണ്ണികളാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ഒന്ന് ഞോണ്ടാൻ പോയതാ, ഇപ്പം നല്ല രീതിയിൽ തിരിച്ചു കിട്ടും. അയാളെല്ലാം വലിച്ചിട്ട് പുറത്തിട്ടു. ഈ പാർട്ടിക്ക് അകത്ത് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന സമയത്ത് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന, പാർട്ടിയിൽ നിന്ന് കാര്യങ്ങളൊന്നും പുറത്തു വരത്തില്ല. പാർട്ടിയിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് ഇത് വലിയ ഇരുമ്പ് മറയാണ് പാർട്ടി പിടിച്ചു നിർത്തിയിരിക്കുന്നത്. സംഘടനയ്ക്ക് അകത്ത് നിന്നൊരു സാധനം പുറത്തു വരത്തില്ല. സംഘടനയ്ക്ക് അകത്ത് തന്നെ ഇത് നിലനിർത്തി കൊണ്ടുപോകും. പക്ഷെ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ചിലർ പാർട്ടി പിന്നെ ആർക്കും രാജിവെക്കാൻ പറ്റൂല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആർക്കും രാജിവെക്കാൻ പറ്റൂല. പാർട്ടി പുറത്താക്കുകയാണ്. ചേട്ടാ, ഒരുത്തൻ ചെന്ന കരുത്തുകൊണ്ട് കൊടുത്താലും പറ്റൂല, അവനെ ഇന്നലെ പുറത്താക്കും. പിന്നെ അവിടുത്തെ മിനിറ്റ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, പാർട്ടി മിനിറ്റ്സിൽ ഇത് ഉൾപ്പെടുത്തും. പാർട്ടി മിനിറ്റ്സിൽ ചെയ്യാവുന്ന പരിപാടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ പുറത്താക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അയാൾ രാജിവെക്കുമെന്ന് അറിയുകയാണെങ്കിൽ മിനിറ്റ്സ് ഒഴിച്ചിട്ടേക്കും. എന്നിട്ട് തലേന്നത്തെ ഡേറ്റിലോട്ട് എഴുതിയും കയറ്റും. ഇയാളെ പുറത്താക്കി വലിയ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഈ മിനിറ്റ്സിനകത്ത് വലിയൊരു തമാശ പറഞ്ഞു തരാം കേട്ടോ. ഒരാളെ കൊലപ്പെടുത്താൻ വേണ്ടി മിനിറ്റ്സിൽ എഴുതി വെച്ചു. ചേടാ, അവനെ കൈകാര്യം ചെയ്യണം. അന്നത്തെ പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനമാണ്. അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രസിഡന്റ്, സെക്രട്ടറി, പാർട്ടി സെക്രട്ടറി ഒപ്പുവിട്ട് വെച്ചു. CBI ഒന്ന് നോക്കിക്കൊണ്ടുപോയി. ഏറ്റവും വലിയ തെളിവല്ലേ? പാർട്ടിയുടെ ഔദ്യോഗിക രേഖയ്ക്കകത്ത് ഔദ്യോഗിക രേഖ എന്ത് ചെയ്ത്, ഔദ്യോഗിക രേഖ എന്നിട്ട് ഈ പാർട്ടി ഓഫീസിൽ തന്നെ അടിച്ചു മാറ്റി CBI ക്ക് കൊടുത്തു കളഞ്ഞു. വേറെ ടീമുകൾ ഏതാ
ഇവരുടെ അകത്ത് നിന്നുള്ളവർ തന്നെ മിനിറ്റ്സ് എടുത്തോണ്ട് പോയി CBI കൊടുത്തു. CBI വായിച്ചു നോക്കി വെച്ചാൽ ഇവരെ കൈകാര്യം ചെയ്യാൻ തീരുമാനം എടുത്തിരിക്കുന്നത്. അതിൽ ഒപ്പിട്ടിരിക്കുന്ന എല്ലാവരുടെയും പേരെടുത്ത് CBI പേരെഴുതി ഒപ്പിട്ടിരിക്കുന്നു. ഇപ്പം മിനിറ്റ്സിനകത്ത് അന്ന് പങ്കെടുത്ത പാർട്ടി കമ്മിറ്റിയിൽ പങ്കെടുത്തവരുടെ എല്ലാം മിനിറ്റ്സിനകത്ത് പേരെഴുതി ഒപ്പിട്ട് വെച്ചിരിക്കില്ലേ. പോരാത്തിന് ഫോൺ നമ്പർ കണ്ടു. CBI എടുത്തിട്ട് ഫുൾ അഡ്രസ്സും ഉണ്ട്. CBI എടുത്തിട്ട് ഇതെല്ലാം കണ്ടു ചെന്ന് അന്നത്തെ ദിവസം കൊലപാതകം നടന്ന ദിവസത്തെ കോൾ ലിസ്റ്റ് മൊത്തം എടുത്തു. കോൾ ലിസ്റ്റ് മൊത്തം എടുത്തപ്പോഴത്തേക്ക് മൊത്തം പ്രതികളായി. ആ പാർട്ടി എനിക്ക് തോന്നുന്നു ഈ ചിലരുണ്ടല്ലോ പാർട്ടി കമ്മിറ്റിയിൽ ഇരിക്കാനൊക്കെ മടിയായിരിക്കും. പാർട്ടി പ്രവർത്തകനായിരിക്കും, നല്ല പ്രവർത്തനമൊക്കെ ആയിരിക്കും. പക്ഷേ പാർട്ടി കമ്മിറ്റിയിൽ എന്നിരുന്ന് ഈ തള്ളു കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ചിലരുണ്ട്. ആ പാവപ്പെട്ടവർ തന്നെ നൈസായിട്ട് മിനിറ്റ്സിലൊക്കെ ചെന്ന് ഒപ്പിട്ട് വെച്ചിട്ട് പതിയെ ഫോണൊക്കെ എടുത്തിട്ട് നൈസായിട്ട് പോകും. ആ പാവപ്പെട്ടവനും എഴുതി പ്രതിയായി. ഇത് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ കണ്ണൂരേക്ക് വരാം. കണ്ണൂർ നടക്കുന്ന അഭ്യാസങ്ങൾ ഇതൊക്കെയാണ്. ഞാനിത് കഴിഞ്ഞ ദിവസം കതിരൂർ മനോജിനെ ഇവർ കൊലപ്പെടുത്തിയ രീതി പറഞ്ഞു. കതിരൂരിൽ പിന്നെ മനോജിനെ കൊലപ്പെടുത്തിയ മനോജിനെ 3 തവണയാണ് ഇവർ ബോംബ് പറഞ്ഞത്. കതിരൂർ മനോജിനെ 3 തവണ ബോംബ് പറഞ്ഞു. ബോംബ് പറഞ്ഞിട്ടാണ് പിന്നീട് ഡയമണ്ട് മുക്കിനെടുത്തിട്ട് ആ വണ്ടിക്ക് ഒമ്നിക്കിട്ട് ബോംബ് എറിയുകയും ഒമ്നി പോയി അത് ഇടിക്കുകയും പിന്നെ അത് അദ്ദേഹത്തെ പുറത്തിറക്കി വെട്ടിക്കൊന്ന് മണ്ണ് വാരിയിട്ടു. ഇതൊന്നും പോരാഞ്ഞിട്ട് അടുത്ത വർഷം 1ാമത്തെ ഇത് വന്നപ്പോഴത്തേക്ക് അവിടെ പിന്നെ ഇതായി 3 പട്ടിയെ വെട്ടി കെട്ടി തൂക്കി. P. ജയരാജൻ പ്രതിയായി. ക്രിമിനൽ ഗൂഢാലോചന 25ാം പ്രതിയായി P. ജയരാജൻ. ഇത് ആര് മരിച്ചാലും പുള്ളിയുടെ പേരിനകത്ത് വെറുതെ പോയി കഴിഞ്ഞാലും പുള്ളിയുടെ പേര് വരുന്നുള്ളതാണ്. ചിലപ്പോൾ പ്രതിയാവുന്നില്ലായിരിക്കും. പിന്നെ അതുപോലെ മൻസൂർ വധക്കേസ്. മൻസൂറിനെ കൊലപ്പെടുത്തി ലീഗ് പ്രവർത്തന മൻസൂർ കൊലപ്പെടുത്തി കഴിഞ്ഞിട്ട് എന്താണെന്നറിയാം, കൊലപ്പെടുത്തിയവർ ആരെ കൊന്നാലും ജെയിൻ പോസ്റ്റർ. ആ ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് ഇങ്ങനെ ഇരിക്കും. ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് തിരിച്ചു കിട്ടുമെന്ന് ഇങ്ങനെ ഇരിക്കുമെന്ന് ഒരാളെ കൊന്നിട്ടാ പറയുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്. ഇത് സ്ഥിരം പരിപാടിയാണ്. പുള്ളി ആര് മരിച്ചാലും കതിരൂർ മനോജ് മരിച്ചു. മനോജ് മരിച്ച് അരമണിക്കൂറിൽ തികഞ്ഞതിന് മുമ്പ് ജയിന്റെ പോസ്റ്റ് വന്ന് കേൾക്കാൻ കൊതിച്ച വാർത്ത. കേൾക്കാൻ കൊതിച്ച വാർത്ത. CBI വന്ന് ഈ പോസ്റ്റ് ഒപ്പിയെടുത്ത് മകന്റെ കയ്യിൽ പച്ചം പ്രതി 25ാം പ്രതി. ഇദ്ദേഹത്തിലൂടെയാണ് P. ജയരാജനിലേക്ക് CBI കടന്നത്. CBI അതിലേക്ക് കടന്നേക്കരെയാണ്. അപ്പൊ ഇത് ഇനിയിപ്പോ എന്ത് ചെയ്യുന്നറിയാമോ, ഈ മനു തോമസ് ഒന്നുകിലും ഈ സ്ഥലം വിട്ടു പോകണം. ഈ കണ്ണൂർ ജില്ല അദ്ദേഹം ഉപേക്ഷിക്കണം. കണ്ണൂർ ജില്ല, കണ്ണൂര്, കോഴിക്കോട് ആ ഒരു ഏരിയയിൽ നിന്ന് വിട്ട് ഈ മധ്യ കേരളത്തിൽ എവിടെയെങ്കിലും പോയി ജീവിച്ചോണം. തിരുവനന്തപുരത്തോട്ടും വരില്ല. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഇങ്ങനെയുള്ള ജില്ലകളിലോട്ട് പോരുത്. മധ്യ കേരളത്തിൽ പോയി കഴിഞ്ഞാൽ ആരും അറിയാതെ ജീവിക്കാൻ പറ്റും. അവിടെ എന്താണെന്ന് പറയും, ഗുണം എന്താ അറിയാമോ, കൊച്ചിയിൽ അപ്പുറത്ത് താമസിക്കുന്നവന് ഇപ്പുറത്ത് താമസിക്കുന്നവന് അറിയത്തില്ല. ചിലപ്പോൾ 10-20 വർഷമായിട്ട് അവിടെ ഒരുമിച്ച് താമസിച്ചാൽ പോലും അപ്പുറം ഇരിക്കുന്നവൻ. അതുകൊണ്ട് ഈ അദ്ദേഹത്തിന് ഒളിച്ച് ഇതായിട്ട് ജീവിക്കാം. ഇല്ലെങ്കിൽ ഈ അറ്റൻഷൻ കുറയുമ്പോൾ അവസ്ഥ എന്താണെന്നറിയാമോ, ഇപ്പോൾ ഈ മീഡിയ അറ്റൻഷൻ കിട്ടുമ്പോഴാണ് അദ്ദേഹം പിന്നെ പുള്ളി ഭയങ്കര വിപ്ലവ നേതാവാണ്. പുള്ളി പിന്നെ അവിടെ സ്വർണ്ണക്കടത്തിനും കൊട്ടേഷനും ഒക്കെ എതിരെ ജാഥ നടത്തിയിട്ടുള്ള ആളാണ്. ഈ ജില്ലാ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവിടെ സംഘടനാ ജാഥ നടത്തിയ ആളാണ് ഈ മനു തോമസ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ മീഡിയയുടെ അറ്റൻഷൻ കുറയുമ്പം പാർട്ടി കൈകാര്യം ചെയ്യും. പാർട്ടിക്ക് ഈ പകയുണ്ട്. പാർട്ടിക്ക് പകയില്ലെങ്കിലും ആകാശിനും അർജുനും ജയിനും നല്ല പകയുണ്ട്. പിന്നെ ഇവരുടെ ഈ പറയുന്ന ജയരാജേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരെ അവിടെ കൈകാര്യം ചെയ്യാൻ പറ്റും. ജയരാജേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിമിഷ നേരം കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഈ കതിരൂർ മനോജിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ ജയരാജേട്ടൻ ഭയങ്കര പകയായിരുന്നു അദ്ദേഹത്തിന്, മനോജിൻ്റെ അടുത്ത്. അതുകൊണ്ട് 3 തവണ പോയത്. ഒരു തവണ കൊടിസുനിയെ കൊണ്ടുപോയി ചെയ്യാൻ നോക്കി. കൊടിസുനിയെ പുള്ളി വലിച്ചെടുത്ത് തറയിട്ട് പുള്ളി വലിച്ച് തറയിട്ട് മറ്റേ എന്താ നീ പൊക്കോ പോയി ജീവിച്ചോ എന്ന് പറഞ്ഞ് വിട്ട ടീമാണ് ഈ കൊടിസുനി. ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ അവിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുക. എന്തായാലും ഇവരെല്ലാവരും കൂടെ ഈ അലക്കുന്നത് നല്ലതാട്ടോ. വിഴുപ്പലക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുമ്പോൾ നാട്ടുകാർക്ക് കഥയെല്ലാം അറിയുമല്ലോ. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എളുപ്പമായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ മിനിറ്റ്സ് എടുത്ത് CBI കൊണ്ട് കൊടുത്ത പരിപാടിയാണ്. അതാ ഇനിയിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.